Dear students, welcome back to GDEC. Today we are discussing past perfect continuous tense. Last class we studied past perfect tense. In we will study past perfect continuous tense. We will present perfect continuous tense. Do you remember the formula of present perfect tense? Subject plus has or have plus been plus verb plus ing plus object. Do you remember that? That's correct. Past perfect tense is very easy. Because we study a continuation. Present tense we past tense. Past tense past perfect variable. Now we past perfect continuous. This is an example of usage past perfect continuous tense. This is discuss. This is editing, when you write these sentences, you can use the correct tenses. That's why we have concentration. Very base, very important tense. Present perfect continuous tense. The action is continuing or has been continuing in the present also. That's why we present perfect continuous tense. Past perfect continuous tense. That's present and it should be perfect and also it should be continuous. That's past perfect tense. It should be in past. Past perfect continuous. Past perfect continuous. Now we will example. Same she is singing in the sentence. She has been singing in the sentence. That's another example. When I reached in the bus station, when I reached the bus stop, I saw my friend. He was waiting for me from 9 a.m. in the morning. രാവിലെ 9 മണി മുതൽ അവൻ എന്നെ കാത്തിരിക്കുകയാണ് അവിടെ. ഞാൻ ചെന്നപ്പോൾ 9:30 ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അരമണിക്കൂറായിട്ട് അവൻ അവിടെ കാത്തിരിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോൾ when I reached the bus stop, he had been, my friend, my dear friend, had been waiting for me for 30 minutes എന്ന് പറയാം. ഞാൻ അവിടെ എത്തിയപ്പോൾ കാണുന്നത്, ഞാൻ അവിടെ എത്തിയെന്നുള്ളത് പാസ്റ്റ് ആണല്ലോ. ഞാൻ അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണ്, അത് പാസ്റ്റ് ആണല്ലോ. എനിക്ക് പറയുന്നു ആ പാസ്റ്റ് ഞാൻ അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച അരമണിക്കൂർ മുമ്പ് എന്നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ചെന്ന സമയത്തും അവൻ എന്നെ കാത്തു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഹാഡ് ബീൻ വെയിറ്റിംഗ്. പാസ്റ്റിലായതുകൊണ്ട് നമ്മൾ പറയുന്നു പാസ്റ്റ് കുറെ മുമ്പ്, ഞാൻ ചെല്ലുന്നതിന്റെ മുമ്പ് തുടങ്ങിയ കാത്തുനിപ്പ് ഞാൻ ചെല്ലുന്ന സമയത്തും ഉണ്ട്, ഞാൻ ചെല്ലുന്നത് വരെയുണ്ട്. എന്നുവെച്ചാൽ പാസ്റ്റ് കഴിഞ്ഞു. പാസ്റ്റിൽ തുടങ്ങിയിട്ട് പാസ്റ്റ് തന്നെ അവസാനിച്ചു. ഞാൻ ചെന്നപ്പോൾ അത് അവസാനിച്ചു. അങ്ങനെ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയും അത് പാസ്റ്റിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. When I reached the bus stop, I saw my friend. He had been waiting for me for 30 minutes. അരമണിക്കൂറായിട്ട് അവൻ അവിടെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻസ് ഉപയോഗിക്കും. അതേപോലെ മറ്റ് എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു നോക്കാം. നമ്മൾ പഠിച്ച എക്സാമ്പിൾസ് ഉണ്ടല്ലോ. ഷീ ഹാസ് ബീൻ സിംഗിങ്. നമ്മൾ സെന്റൻസ് ഇല്ലേ, 3 സെന്റൻസുകളില്ലേ, എങ്ങനെ മാറ്റും? When I went to her home last day, ഇന്നലെ ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ, ചെന്നു എന്നുള്ളത് പാസ്റ്റ് ആണല്ലോ.
ഇന്നലെയാണല്ലോ. ഞാൻ അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഷീ ഹാഡ് ബീൻ സിംഗിങ് എ സോങ് ഫോർ 30 minutes or 15 minutes. അവള് ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. When I went to her home, she had been singing a song for 15 or 13 minutes എന്ന് പറയാം. എത്രയാണോ അത്ര. മുമ്പ് തുടങ്ങിയ ഒരു കാര്യം ഞാൻ ഇന്നലെ അവിടെ ചെല്ലുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് അല്ലെ 15 മിനിറ്റ് മുമ്പ് അവിടെ തുടങ്ങിയിട്ട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തും ആ സോങ് ഷീ ഹാഡ് ബീൻ സിംഗിങ് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. കൃത്യമായിട്ടും പാസ്റ്റിലുള്ള ഒരു സംഭവം പാസ്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് പറയാനാണ് നമ്മളിത് ഉപയോഗിക്കുക. അതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? നമ്മൾ ഉപയോഗിച്ചെന്താ? ദേ ഹാവ് ബീൻ സിംഗിങ്, ദേ ആർ പ്ലേയിങ് എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ഒരു ടെൻസിനെ നമ്മൾ എങ്ങനെ മാറ്റും? ദേ ഹാഡ് ബീൻ പ്ലേയിങ് ആയിട്ട് മാറും. എങ്ങനെയാണ് സിറ്റുവേഷൻ പറയാം നമുക്ക്? വെൻ ഐ went to see my friend today morning, I saw he had been playing cricket for 2 hours. ഇന്ന് രാവിലെ ഞാൻ എന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയി എന്നുള്ളത് പാസ്റ്റ് ആണല്ലോ, പാസ്റ്റിൽ കഴിഞ്ഞതാണ്. പോയപ്പോൾ ഞാൻ കണ്ട കാര്യം എന്താ? എന്റെ സുഹൃത്ത് വീട്ടിലില്ല, പുറത്ത് ഗ്രൗണ്ടിൽ 2 മണിക്കൂർ മുമ്പ് കളിക്കാൻ തുടങ്ങിയിട്ട് ആ കളി ഞാൻ ചെല്ലുന്ന സമയത്തും തുറന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്നതിന്റെ 2 മണിക്കൂർ മുമ്പ് തുടങ്ങിയ കളി ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തും അവൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡൻസ് പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. When I went to my friend's home, he had been playing cricket for 2 hours എന്ന് പറയും. ഇതാണ് രണ്ടാമത്തെ നമ്മുടെ എക്സാമ്പിൾ. വാട്ട് വാസ് ദ തേർഡ് എക്സാമ്പിൾ? എന്തായിരുന്നു അത്? I am writing a poem, I have been writing a poem എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചൊരു സെന്റൻസ് ഇല്ലേ? അതിന് നമുക്ക് എന്താക്കണം? ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റണം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ കിട്ടും? Yesterday, my friend came to my home to see me. Last day, my friend came to see me. എന്നെ കാണാൻ വേണ്ടി എന്റെ സുഹൃത്ത് എന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് I had been writing a poem for some hours, for 3 hours. For 3 hours I had been writing a poem. I had been writing for 2 hours or 3 hours. കുറെ നേരമായിട്ട് ഞാൻ എന്റെ ഒരു പോയം എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അവൻ വന്നപ്പോഴാണ് ഞാൻ നിർത്തിയത്. അവൻ വന്നാൽ പിന്നെ നമ്മൾ ഇറങ്ങി ചെല്ലണ്ടേ? അങ്ങനെ നിർത്തി. അപ്പോൾ അത് ഞാൻ ചെല്ലുന്നത്, അവൻ അവിടെ എത്തുന്നത് വരെ ഞാൻ എന്ത് ചെയ്യാണ്? കുറെ മുമ്പ് തുടങ്ങിയ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുക. അങ്ങനെ പറയുന്ന പാസ്റ്റിൽ നടന്ന കാര്യം മുമ്പ് തുടങ്ങിയിട്ട് പാസ്റ്റ് തന്നെ അവസാനിക്കുകയാണ്. അവൻ വന്നപ്പോൾ അത് അവസാനിച്ചു. അങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഇതൊക്കെ ഈ ടെൻസിന് നമ്മൾ കഴിഞ്ഞ ടെൻസിനൊക്കെ ഉപയോഗിച്ച പോലെ സൂത്രവാക്യം ഉപയോഗിക്കണം. വി ഹാവ് ടു യൂസ് എ ഫോർമുല. നിങ്ങൾക്കത് ക്യാൻ യു മേക്ക് ദ ഫോർമുല? എന്തായിരിക്കും ഫോർമുല? എന്തായിരിക്കും ആ ഫോർമുല? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്ട്. അതാണ് അതിന്റെ സൂത്രവാക്യം. പിന്നെ അതിന്റെ കൂടെ നമ്മൾ കണ്ടു ഫോർ ഉപയോഗിക്കുന്നു, സിൻസ് ഉപയോഗിക്കാം. സിൻസും ഫോറും, പോയിന്റ് ഓഫ് ടൈം, പീരീഡ് ഓഫ് ടൈം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? സിൻസ് എന്തിനെ കാണിക്കുന്നതാണ്? സിൻസ് എന്തിനെ കാണിക്കുന്നു? പോയിന്റ് ഓഫ് ടൈം. ഫോർ എന്തിനെ കാണിക്കുന്നു? ഓക്കെ, ഡു യു റിമെമ്പർ? എന്തിനെ കാണിക്കുന്നു? നമ്മൾ പഠിച്ചാണത്. ഫോർ എന്തിനെ കാണിക്കുന്നു? ഫോർ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കുന്നു. അങ്ങനെ ഇത് രണ്ടും ഇതിന്റെ കൂടെ ഉപയോഗിക്കാം. കാരണം ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് ആവണം, പെർഫെക്റ്റ് ആവണം, കണ്ടിന്യൂസ് ആവണം. അത്തരത്തിൽ ഉപയോഗിക്കുന്ന ടെൻസ് ആണ്. അപ്പൊ ഈ സൂത്രവാക്യം നമ്മൾ ഈ പറഞ്ഞ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്ട് പിന്നെ ഫോറും സിൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ സൂത്രവാക്യം. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി തുടക്കം മുതൽ നിങ്ങൾ ഒന്നുകൂടി ഒരു റിപ്പീറ്റ് ചെയ്ത് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രാമറൊക്കെ നമ്മൾ പെട്ടെന്ന് മേസ് പോലെയാണ്. കുറച്ചൊക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുകയും അതൊന്ന് നോട്ടിലേക്ക് എഴുതി വെച്ചിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്
കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കാം. അപ്പൊ ആ രീതിയിലേക്ക് ഗ്രാമർ നോട്ട് കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കുക, അതിലേക്ക് അത് മാറ്റി ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് സിമ്പിൾ പ്രസന്റ് ടെൻസ് മുതൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരെയുള്ള നോട്ട് കൃത്യമായിട്ടുണ്ടാവണം നിങ്ങളുടെ കയ്യിൽ. അത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഫ്യൂച്ചർ ടെൻസിലേക്കാണ് പോകുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് പോകും. അതിൽ നമുക്കറിയാം there are 4 tenses in future tense. That also we will discuss in the next class. Okay, ഇത് കൃത്യമായിട്ട് പഠിക്കുക എല്ലാവരും. Okay, thank you.